ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക, കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കൂ. 1992 പുറത്തിറങ്ങിയ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന പടം നമുക്ക് പരിചയപ്പെടാം. ഷാരോൺ സ്റ്റോൺ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ഈ സിനിമയിൽ പൂർണ്ണ നഗ്നത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പടം സൂപ്പർ ഹിറ്റായിരുന്നു. ഒരു പാട്ടുകാരൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊല്ലപ്പെടുന്നു. അതന്വേഷിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥൻ ക്രൈം നോവലിസ്റ്റ് കൂടിയായ ഷാരോൺ സ്റ്റോണിനെ പരിചയപ്പെടുന്നു. പിന്നീട് നടക്കുന്ന കുറച്ച് ട്വിസ്റ്റുകളും ചില പ്രത്യേക പരിപാടികളുമാണ് ഈ ചിത്രത്തിലെ ഇതിവൃത്തം. ഈ പടം കാണുന്നവരെ ഷാരോൺ സ്റ്റോൺ സ്വർഗം കാണിക്കുമെന്ന് തീർച്ച. ഷാരോൺ സ്റ്റോൺ ആണുങ്ങളെ എങ്ങനെ വളയ്ക്കാം എന്ന് കാണിക്കുന്ന ചില മാസ്മരിക രംഗങ്ങൾ ഇതിലുണ്ട്. എന്തായാലും പ്രേക്ഷകരെ എങ്ങനെ ആവേശഭരിതരാക്കാം എന്ന് ഷാരോൺ സ്റ്റോണിന് നന്നായിട്ടറിയാം. 1974 പുറത്തിറങ്ങിയ ഫ്രഞ്ച് പടമായ ഗോയിങ് പ്ലേസസ് ആണ് രണ്ടാമത്തെ പടം. മിയു മിയു കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിലും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഈ സിനിമയിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്നതാ പ്രദർശനമുണ്ട്. ലോകം മുഴുവൻ ചുറ്റി നടന്ന് കാണുന്ന ചേച്ചിമാർക്കെല്ലാം കളി കൊടുക്കുന്ന 2 കൂട്ടുകാരുണ്ട്. അവരുടെ ജീവിതത്തിലോട്ട് അപ്രതീക്ഷിതമായി ഒരു വെടി കടന്നു വരുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം പറഞ്ഞു വയ്ക്കുന്നത്. ഈ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ് എന്നെനിക്ക് തോന്നിയത് ട്രെയിനിൽ വെച്ച് അവർ ഒരു സുന്ദരിയുമായി നടത്തുന്ന ചില പരിപാടികളാണ്. പഴയ കാലത്ത് ഒരു ഹിപ്പി ലൈഫ് സ്റ്റൈൽ എന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. അടുത്ത പടം 2001 പുറത്തിറങ്ങിയ മുൾഹോളണ്ട് ഡ്രൈവ് ആണ്. കിങ്ങോങ്ങിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച സുന്ദരിയായ ബ്രിട്ടീഷ് നടി നയോമി വാട്സ് ആണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഈ സുന്ദരി പൂർണ്ണ നഗ്നത സിനിമയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽപ്പെടുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകൾ കാണാൻ താല്പര്യമുള്ളവരുടെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണിത്. ഒറ്റ സ്ട്രെച്ചിൽ എന്തായാലും ഈ സിനിമ കണ്ടാൽ മനസ്സിലാവുകയില്ല. കിളി പറത്താൻ താല്പര്യമുള്ളവരുടെ ഒരു ഫേവറേറ്റ് അഡൾട്ട് മൂവിയായി ഈ സിനിമ ഇപ്പോഴും വാഴുന്നു. അടുത്തത് 1992 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ പടമായ ആൾ ലേഡീസ് ഡു ഇറ്റ് ആണ്. ക്ലൗഡിയ കോൾ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിലും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഈ സിനിമ ആദ്യത്തേനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കത്തുള്ളൂ. ആദ്യത്തെ സിനിമയെ പോലെ തന്നെ ഈ സിനിമയിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്നതാ പ്രദർശനമുണ്ട്. അതീവ സുന്ദരിയായ നടിയാണ് ക്ലൗഡിയ കോൾ. ഈ നടിയുടെ ചില മാസ്മരിക പ്രകടനങ്ങൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയുടെ മറ്റുള്ളവരുമായുള്ള ചില സെക്ഷുവൽ എക്സ്പ്ലോറേഷനാണ് ഈ സിനിമ പറയുന്നത്. ടിൻഡോ ബ്രാസ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സിനിമയുടെ പോക്കുകിടപ്പ് എങ്ങനെയാണെന്ന്. മുമ്പത്തെ വീഡിയോയിൽ ഞാനൊരു സിനിമയെ പരിചയപ്പെടുത്തിയിരുന്നു, കാലിക്കുല. ആ സിനിമയിലെ ഡയറക്ടറായ ടിൻഡോ ബ്രാസ് ആണിത്. ഈ സിനിമ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിൽ ചേർത്തിട്ടുള്ള പടം തന്നെയാണ്. അടുത്തത് 1972 പുറത്തിറങ്ങിയ ലാസ്റ്റ് ടാങ്കോ ഇൻ പാരീസ് ആണ്. പൂർണ്ണ നഗ്നതയുടെ കാര്യത്തിൽ ഈ സിനിമ ഒഴിച്ചുകൂടാനാത്തവ തന്നെയാണ്. ഒരു പൂർണ്ണ തുണ്ടുപടം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഒരു 60 വയസ്സുകാരന് 20-കാരിയോട് തോന്നുന്ന പ്രണയവും അവരുടെ പലതരം കളികളുമാണ് ഈ സിനിമയിൽ നിറഞ്ഞിരിക്കുന്നത്. ഇറോട്ടിക് കാറ്റഗറിയിലെ ഒരു ജെം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന
ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.